എല്ലില്ലാത്ത പീസ് ചിക്കൻ ഇതുപോലെ നേരി പീസാക്കിയിട്ട് നീളത്തിൽ കട്ടാക്കി കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 മുട്ട, 1/2 ടീസ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി കൊടുക്കണം. നന്നായി മിക്സാക്കിയിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. ചുവന്ന മുളക് ക്രഷാക്കിയതുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കാം. സമൂസ ഷീറ്റ് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തതാണ്. സാധാ മാവ് പരത്തിയിട്ട് അത് ചെറിയ പീസാക്കി കട്ടാക്കി എടുത്താലും മതി, അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത് എടുത്താലും മതി. ഈ ഓരോ ചിക്കൻ എടുത്ത് നന്നായി മസാലയിലേക്ക് മുക്കി വേണം ഇതിലേക്ക് മുക്കിയെടുക്കാൻ, എന്നാലേ നന്നായി പിടിക്കുകയുള്ളൂ. എണ്ണ നന്നായി തിളച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ബ്രെഡ് പൊടിയിൽ മുക്കിയെടുത്തിട്ട് ഇത് ഉണ്ടാക്കാം. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, സമൂസ ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.